മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മേഘന്റെ എല്ലാ ചതികളും തിരിച്ചറിയുന്ന കണ്ണൻ മഹിയെയും കൂട്ടിക്കൊണ്ട് മേഘനെ വലിച്ചു കീറാനായിട്ട് മേഘന്റെ വീട്ടിലെത്തുകയാണ്. തുടർന്ന് മഹിയെയും കണ്ണനെയും ഒരുമിച്ച് കാണുന്ന മേഘനാണെങ്കിൽ സംഗതി എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ശേഷം മേഘനെ അടുത്തേക്ക് വിളിക്കുകയാണ് കണ്ണൻ. എന്നിട്ട് നീ ഒന്ന് കുനിഞ്ഞെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തിനാണെന്ന് മേഘൻ ചോദിക്കുമ്പോ നിനക്ക് 6 അടിയിൽ കൂടുതൽ പൊക്കമുണ്ട്, അതുകൊണ്ട് എന്റെ ഒപ്പം എത്താനായിട്ട് നീ ഒന്ന് കുനിയേണ്ടി വരും. നിന്റെ വലത് കവിളിൽ ഒരു പാടില്ലേ, അതൊന്ന് നോക്കാനാണെന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്താടാ കണ്ണാന്ന് ചോദിച്ചുകൊണ്ട് മേഘൻ കണ്ണന്റെ മുൻപിൽ കുനിയുന്നതും മേഘന്റെ കരണം അടിച്ചു പൊട്ടിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഇത് കണ്ട് വാമനും സീമന്തിനിയും സ്വാതിയും എല്ലാം ഞെട്ടിത്തരിക്കുന്നുണ്ട്. തുടർന്ന് നീ എന്തിനാ കണ്ണ അവനെ തല്ലിയതെന്ന് വാമൻ ചോദിക്കുമ്പോൾ അതെന്തിനാണെന്ന് ഇവന് നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ കല്യാണം നടന്നതിന് ശേഷം തുടങ്ങിയതാണ് അവന്റെ ഈ ഒളിച്ചുകളി. കല്യാണത്തിന്റെ ആൽബത്തിലോ വീഡിയോസിലോ ഒന്നും ഇവന്റെ ദൃശ്യങ്ങളില്ല. അതിനുശേഷമാണെങ്കിൽ ഒരു ദിവസം പോലും ഇവൻ ഇയാൾക്ക് മുഖം കൊടുത്തിട്ടില്ല. വിരുന്നിന് വന്നപ്പോഴാണെങ്കിലോ ഷേവിംഗ് ക്രീം കൊണ്ട് മുഖം പതപ്പിച്ച് ആളെ തിരിച്ചറിയാത്ത രീതിയിലാണ് ഇവൻ വന്നു നിന്നത്. അതിനുശേഷം ഇയാളാണെങ്കിൽ പലതവണ ഇവനെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നു. അന്നൊക്കെ ഇവൻ മുങ്ങി നടന്നു. അതിനുശേഷം ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് ഇവനോടുള്ള സഹതാപം കൊണ്ട് ഇവനെ കാണാനായിട്ട് പലവട്ടം മഹി ഹോസ്പിറ്റലിലേക്കും ഇവിടേക്കും വന്നു. അപ്പോഴൊക്കെ ഇയാൾക്ക് മുഖം കൊടുക്കാതെ ഇവൻ മുങ്ങി നടക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മേഘന്റെ കള്ളത്തരങ്ങൾ ഓരോന്നായിട്ട് എണ്ണി തുറന്നടിക്കുന്നുണ്ട് കണ്ണൻ. ഇതേ സമയം മഹിയാണെങ്കിലും ഒരു പ്രത്യേക ധൈര്യം വീണ്ടെടുത്ത പോലെ മേഘനോട് മുഖത്ത് തോടുക്കി ചോദിക്കുന്നുണ്ട്. അന്നൊക്കെ താൻ എന്താ പറഞ്ഞത്? ഞാനൊരു വഴിപിഴച്ച പെണ്ണായതുകൊണ്ടാണ് താൻ എനിക്ക് മുഖം തരാത്തത് എന്നാണല്ലോ. താൻ എന്നോടാണോ ഞാൻ തന്നോടാണോ തെറ്റ് ചെയ്തത് എന്നെല്ലാം മഹി ചോദിക്കുന്നുണ്ടെങ്കിലും ഉത്തരം മുട്ടി പോകുന്നുണ്ട് കേട്ടോ മേഘന്. ഇത് കാണുന്ന കണ്ണൻ എന്താടാ നീ ഒന്നും മിണ്ടാത്തേന്ന് ചോദിക്കുമ്പോ വാമൻ ഇടയിൽ കയറി പറയുന്നുണ്ട്, നിന്റെ ഭാര്യ എങ്ങനെ ഓരോരോ കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കുകയാണ്. നിന്റെ ഭാര്യ പറയുന്നതല്ലേ നീ വിശ്വസിക്കുള്ളൂ, അതുകൊണ്ടാണ് ഇവൻ മിണ്ടാതെ നിൽക്കുന്നതെന്ന് പറയുമ്പോ അങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന ഒരുത്തനൊന്നും അല്ല ഇവനെന്ന് കണ്ണനും മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ വാമന്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയാനും ഇവൻ മിടുക്കനാണെന്നും മേഘനെ കുറിച്ച് കണ്ണൻ പറയുമ്പോ ഞാനൊന്നും ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല എന്ന് മേഘൻ പറയുമ്പോ എന്നാ പിന്നെ ഞാനും കണ്ണേട്ടനോട് ഒന്നും ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹിയും. നടന്നതേ പറഞ്ഞിട്ടുള്ളൂ എന്നും പറയുമ്പോ അത് കേട്ട് ശരിക്കും വെപ്രാളപ്പെടുന്നുണ്ട് മേഘൻ. ഇത് കേൾക്കുന്ന സീമന്തിനി അതിന് മാത്രം എന്താ ഉണ്ടായതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ തന്നെ പറഞ്ഞു കൊടുക്കടാ എന്ന് കണ്ണൻ ആവശ്യപ്പെടുമ്പോ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അത് ഇയാൾക്ക് തന്നെ നന്നായിട്ട് അറിയാം. വിവാഹത്തിന് മുൻപ് ഇയാൾ എന്തൊക്കെയാണ് എന്ത് വൃത്തികേടുകളാണ് എന്നോട് ചെയ്തിട്ടുള്ളതെന്ന് മഹി തുറന്നടിക്കുന്നത് കേട്ട് ശരിക്കും വല്ലാതാവുന്നുണ്ട് കേട്ടോ മേഘൻ. തുടർന്ന് കണ്ണേട്ടന് ഇപ്പൊ ഇയാളെ തല്ലിയല്ലോ, അതിനു മുൻപ് ഇയാളുടെ ഇതേ കരണത്ത് ഞാൻ തല്ലിയിട്ടുണ്ട് എന്നും മഹി തുറന്നടിക്കുന്നത് കേട്ട് ശരിക്കും പെട്ടുപോകുന്ന അവസ്ഥയിൽ ആവി പോകുന്നുണ്ട് കേട്ടോ മേഘൻ. തുടർന്ന് ക്ഷേത്രത്തിലേക്ക് തൊഴുതു വരുന്ന വഴി സ്ഥിരമായിട്ട് ഇയാൾ എന്നെ ആഭാസന്മാരോടൊപ്പം ചേർന്ന് ശല്യം ചെയ്യാറുണ്ടെന്നും ആ ശല്യം അതിരുവിട്ടപ്പോ ഞാൻ ഇയാളുടെ കരണത്തടിച്ചു എന്നും അങ്ങനെ മേഘനെ കുറിച്ച് നടന്ന കാര്യങ്ങളെല്ലാം മഹി ഒന്നൊന്നായിട്ട് അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന മേഘൻ ഇവളീ പറയുന്നതെല്ലാം കള്ളത്തരാണെന്ന് പറയുമ്പോ സ്വാതി പറയുന്നുണ്ട്, കണ്ണേട്ടന്റെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കി കണ്ണേട്ടനിൽ നിന്നും ഞങ്ങളെ അകറ്റാനാണ് ഇവള് ശ്രമിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന കണ്ണൻ നിർത്തടി, മഹി പറഞ്ഞതെല്ലാം കള്ളമാണെങ്കിൽ കൂടി എന്നെയും ഇയാളെയും തമ്മിൽ തെറ്റിക്കാനായിട്ട് ഒരുത്തൻ ഇതിനിടയിൽ കയറി വന്നല്ലോ, സാഗർ. അവന്റെ സൃഷ്ടാവ് ആരാണെന്ന് നിനക്കറിയോ? നീ ചോദിച്ചോ ഇവനോടൊന്നും സ്വാതിയോടായിട്ട് കണ്ണൻ ചോദിക്കുമ്പോ സ്വാതിക്കും ഉത്തരം മുട്ടി പോവാണ്. ഇത് കേൾക്കുന്ന മേഘനാണെങ്കിൽ ശരിക്കും ഞെട്ടുന്നുണ്ട് കേട്ടോ. ശേഷം സാഗറിനെ എന്റെ ഫിനാൻസിലേക്ക് കടത്തിവിട്ടത് ആരാടാ എന്ന് കണ്ണൻ ചോദിക്കുമ്പോ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മേഘൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോ എന്നാൽ അവൻ അത് നന്നായിട്ട് അറിയാം, അവനെല്ലാം തുറന്ന് സമ്മതിച്ചു എന്നും കണ്ണൻ പറയുന്നത് കേട്ട് വീണ്ടും നടുങ്ങുന്നുണ്ട് കേട്ടോ മേഘൻ. തുടർന്ന് ഇവന് പണ്ടൊരു രോഗം ഉണ്ടായിരുന്നല്ലോ, പ്രണയരോഗം. അതുപോലെ എന്റെ ഭാര്യയെ പ്രേമിച്ച് വലയിലാക്കാൻ വേണ്ടിയിട്ടാണ് മേഘൻ സാഗറിനെ എന്റെ കമ്പനിയിലേക്ക് പറഞ്ഞു വിട്ടത് എന്നും കണ്ണൻ അവിടെ വാമനും സീമന്തിനും എല്ലാവരും കേൾക്കെ മേഘന്റെ ചതികൾ ഓരോന്നോരോന്നായിട്ട് തുറന്നടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ മേഘനാണെങ്കിൽ അതെല്ലാം നിഷേധിച്ചുകൊണ്ട് നീ ഇങ്ങനെ ചിന്തിക്കാത്ത കാര്യങ്ങളൊന്നും പറയരുതെന്ന് പറയുമ്പോ നീ അതല്ല നീ അതിനപ്പുറവും ചിന്തിക്കുന്നു പറഞ്ഞുകൊണ്ട് മേഘന്റെ വായടപ്പിക്കുന്നുണ്ട് കണ്ണൻ. കഥകൾ വളച്ചൊടിക്കാനായിട്ട് നീ സാഗറിനോട് ആവശ്യപ്പെട്ട കാര്യവും വള്ളി പുള്ളി തെറ്റാതെ അവർ ഞങ്ങളോട് സമ്മതിച്ച കാര്യവും കണ്ണൻ പറയുന്നത് കേട്ട് ശരിക്കും ഞെട്ടുന്നുണ്ട് കേട്ടോ മേഘൻ. ഇതേ സമയം മഹിയും പറയുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ വേണ്ടത് കണ്ണേട്ടന്റെ സ്വത്തും പണവും മാത്രമാണ്, പക്ഷെ എനിക്ക് വേണ്ടത് കണ്ണേട്ടനെ മാത്രമാണ്. അതുകൊണ്ട് സാഗറിനേക്കാൾ സുന്ദരന്മാരായ ചെറുപ്പക്കാർ എന്റെ മുന്നിൽ വന്നു നിന്നാലും എന്റെ മനസ്സ് ഇളകാൻ പോകുന്നില്ല എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ മഹി. കണ്ണേട്ടനൊരു പോരായ്മയുണ്ട്, ആ കുറവ് നികത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കണ്ണേട്ടന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്, അല്ലാതെ ആ പോരായ്മ ചൂഷണം ചെയ്ത് എന്റെ സുഖവും സന്തോഷത്തിനനുസരിച്ച് യാത്ര ചെയ്യാൻ വേണ്ടി വന്നവളല്ല എന്നും മഹി പറയുന്നുണ്ട്. തുടർന്ന് ഇപ്പൊ ആർക്കാണോ വൈകല്യമുള്ളത്, കണ്ണേട്ടനാണോ അതോ എന്നെയും കണ്ണേട്ടനെയും തമ്മിൽ വേർപിരിക്കാൻ നോക്കുന്ന തനിക്കാണോ എന്നും മഹി ചോദിക്കുന്നത് കേട്ട് വീണ്ടും വല്ലാതാവുന്നുണ്ട് മേഘൻ. ഇതേ സമയം കണ്ണൻ വാമനോടും സീമന്തിനിയോടായിട്ട് അതേ ചോദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളോടാണ് ഈ ചോദ്യം ചോദിക്കേണ്ടത് എന്നെല്ലാം കണ്ണൻ
ചോദിക്കുമ്പോ നീ ഇങ്ങനെ കേട്ടതെല്ലാം അതേപടി വിഴുങ്ങാതെ കണ്ണ എന്ന് സീമന്തിനി പറയുമ്പോ വിഴുങ്ങും എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഇതേ സമയം കണ്ണൻ പറയുന്നുണ്ട് എന്റെ ഭാര്യയാണ് ശരി, അതെനിക്ക് ഇയാളെ കല്യാണം കഴിച്ച് നാളെ മുതൽ തന്നെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ സാഗർ കഥകൾ വളച്ചൊടിക്കാൻ ശ്രമിച്ചു. എനിക്ക് ഇയാളോടുള്ള സ്നേഹം കൂടുകയാണ് ചെയ്തത്. അത് പക്ഷേ മറ്റാരും അറിഞ്ഞില്ല എന്ന് മാത്രം. പക്ഷേ നടന്നതെല്ലാം ഇയാള് മൂടി വെച്ചതിന്റെ ചെറിയൊരു നീരസം എനിക്ക് ഇയാളോടുണ്ട്. ആ സാഗറിന്റെ ജോലി കളയേണ്ടായത് കരുതിയിട്ടാണ് ഇയാൾ അങ്ങനെ ചെയ്തത്. നിന്നോടും നിന്നെ കണ്ടതിന് ശേഷം ഇയാളൊന്നും തുറന്നു പറഞ്ഞില്ല. നിന്റെ ഭാവി കണ്ടെന്ന് കരുതിയിട്ട് മാത്രമാണെന്ന് മേഘനോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം മഹി പറയുന്നുണ്ട് അപ്പോഴും ഞാൻ ഇയാളോട് ഒരു ഡിമാൻഡ് വെച്ചിരുന്നു കണ്ണേട്ടാ, മഞ്ജുവുമായിട്ടുള്ള വിവാഹത്തിൽ നിന്നും പിന്മാറണമെന്ന്. അതുകൊണ്ടാണ് ഇയാൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് വിവാഹം നീട്ടിവെച്ചത് എന്നുള്ള കാര്യങ്ങളും മഹി അവിടെ തുറന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ വാമനും സീമന്തിനിയും സ്വാതിയും ഒക്കെ. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന മേഘനാണെങ്കിൽ ഒടുവിൽ നിനക്കെന്നെ പൂർണ്ണമായിട്ട് തകർക്കണമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തന്റെ തനി സ്വഭാവം പുറത്തെടുക്കുമ്പോൾ എന്താണ് ഒരു ഭീഷണി പോലെ അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മേഘന്റെ വായടപ്പിക്കുന്നുണ്ട് കണ്ണൻ. നീ മര്യാദരാമനാണെന്ന് കരുതിയിട്ടാണ് കമ്പനിക്കകത്ത് നിനക്ക് പല അധികാരങ്ങളും തന്നത്. നിന്റെ മുറപ്പെണ്ണിനെ നിനക്ക് കെട്ടിച്ചു തരാമെന്ന് കരുതിയത്. പക്ഷെ ഇനി മഞ്ജുവുമായിട്ടുള്ള നിന്റെ വിവാഹം വേണോ വേണ്ടയോ എന്ന് എനിക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരും എന്ന് കണ്ണൻ പറയുന്നത് കേട്ട് വീണ്ടും ഞെട്ടുന്നുണ്ട് കേട്ടോ വാമനും സീമന്തിനിയും മേഘനും ഒക്കെ. തുടർന്ന് കണ്ണൻ വീണ്ടും പറയുന്നുണ്ട് വിഷം തുപ്പും പലരും ഉണ്ട് ഞങ്ങളുടെ വീട്ടില്. അവരോടൊപ്പം ചേർന്ന് അമ്മാവനും അമ്മായിയും ഞങ്ങളെ വേർപിരിക്കാനാണ് ഭാവമെങ്കിൽ ഒന്നുകൂടി കേട്ടോ, ആരൊക്കെ പുറത്താക്കിയാലും എന്റെ മനസ്സിൽ നിന്നും ഇയാളെ ഞാൻ പുറത്താക്കില്ല. ഇയാളെ ഒരിക്കലും ഞാൻ വിട്ടുകളയില്ല എന്നും തുറന്നടിക്കാണ് കേട്ടോ കണ്ണൻ ചെയ്യുന്നത്. മഹി പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ ഏറ്റവും വലിയ സ്വത്ത് എന്റെ ഭാര്യ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ആരും വരില്ല. അമ്മാവനോ രണ്ടാനമ്മയോ അതെല്ലാവരും മനസ്സിൽ കുറിച്ചിട്ടോളെന്നും കണ്ണൻ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് നൽകി മഹിയെയും കൂട്ടി കണ്ണൻ അവിടെ നിന്നും പോവാണ് കേട്ടോ ചെയ്യുന്നത്. അവര് പോയതിനു ശേഷം ഇവന്റെ മറ്റേ കവളിൽ കൂടി ഒന്നുകൂടി കൊടുക്കുവാമേട്ട എന്ന് സീമന്തിരി പറയുമ്പോ അങ്ങനെ കൊടുത്തിട്ട് എന്തിനാ, ഇവരെല്ലാം തൊലച്ചു കളഞ്ഞില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ വാമൻ. ഇതേ സമയം സ്വാതിയാണെങ്കിലും ഇനി മഞ്ജുവിനെ മേഘേട്ടന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് മഞ്ജു തീരുമാനിക്കേണ്ട കാര്യമല്ലേ, അത് അവൾക്ക് കുട്ടിക്കാലം മുതലേ എന്നെ ജീവനാണെന്നെല്ലാം മേഘം പറയുമ്പോ പക്ഷെ അവളുടെ ജീവൻ എടുക്കുന്ന പ്രവൃത്തിയല്ലേ നീ ഇപ്പൊ ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് സീമന്തിനി. ഞാൻ ആരുടെയും ജീവൻ എടുത്തിട്ടില്ല, പക്ഷേ അതിനുള്ള ആരംഭം അവനും അവളും കൂടി തുടങ്ങി വെച്ചു കഴിഞ്ഞു എന്ന് മേഘൻ പറയുന്നുണ്ട് കേട്ടോ. എന്റെ അധികാരം മഹാലക്ഷ്മി എന്ന് പറയുന്നവളുടെ വാക്ക് കേട്ട് അവൻ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ അവരെ രണ്ടുപേരെയും ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് കൊലവിളി മുഴുക്കി മേഘൻ അവിടെ നിന്നും പോവാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് കാണിക്കുന്നത് കണ്ണനും മഹിയും കമലേശ്വരത്ത് തിരിച്ചെത്തുകയാണ് കേട്ടോ. മേഘനിൽ നിന്നും വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു മഞ്ജുവും ദുർഗയും ഉണ്ണിയും എല്ലാം അവരെ കടിച്ചു കീറാനായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ശേഷം നിങ്ങൾ എല്ലാവരും കാര്യങ്ങൾ അറിഞ്ഞോ, നിങ്ങളുടെ മുഖഭാവം കണ്ടിട്ട് അറിഞ്ഞതായിട്ട് തോന്നുന്നു എന്ന് കണ്ണൻ ചോദിക്കുമ്പോ ഇവൾക്ക് ഞങ്ങളെല്ലാവരോടും അസൂയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് ജീവിക്കുന്നത് ഇവൾക്ക് ഇഷ്ടമല്ല, അതിനു വേണ്ടിയിട്ട് ഇവളിങ്ങനെ ഓരോരോ കള്ളക്കഥകൾ ഉണ്ടാക്കുകയാണെന്നും മഞ്ജു പറയുന്നുണ്ട്. ഇതേ സമയം കരുണ മേഘേട്ടൻ എന്നാ നിന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുള്ളത്, അങ്ങനെ ഒരു കാര്യം ഉണ്ടായതിനെ കുറിച്ച് നീ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ വിവാഹത്തിന് മുൻപ് ഉണ്ടായ കാര്യമാണെന്നും അന്ന് ആരെങ്കിലും എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വീട്ടിൽ വന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു എന്നും മഹി മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ കരുണയ്ക്ക്. അങ്ങനെ ഞാൻ വന്ന് പറഞ്ഞാലും എന്റെ അമ്മ മാത്രമേ എന്റെ കൂടെ നിൽക്കൂ എന്ന് എനിക്കറിയാം. നിന്റെ അച്ഛൻ ഒരിക്കൽ പോലും എന്നെ ന്യായീകരിക്കില്ല. ഞാൻ വഴിപിഴച്ചു നടക്കുന്നവളാണെന്ന് മാത്രമേ പറയൂ. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ ഉള്ളിലൊടുക്കി നടക്കാനാണ് ഞാൻ അന്ന് ശ്രമിച്ചത് എന്നും മഹി പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് ഇയാളെ കേൾക്കാൻ ഇവിടെ ആളുണ്ട്, എന്നിട്ടും മേഘനയെ രക്ഷിക്കാൻ വേണ്ടി ഇയാള് പലതും മറച്ചു വെക്കുകയായിരുന്നു എന്നും കണ്ണനും പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ സാഗറിന്റെ സൃഷ്ടാവ് മേഘനാണെന്ന് തെളിവ് സഹിതം മനസ്സിലാക്കിയതിനു ശേഷമാണ് മഹി എന്നോട് എല്ലാം തുറന്നു പറഞ്ഞത് എന്നും കണ്ണൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ദുർഗ സാഗറിനെ കുറിച്ചും മേഘനെ കുറിച്ചും ഇവള് പറഞ്ഞത് സത്യമാണെന്ന് നിനക്ക് എന്താ ഇത്ര ഉറപ്പെന്ന് ചോദിക്കുമ്പോ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, സാഗറിനോട് സാഗർ ഇയാളോട് ചെയ്തതെല്ലാം നിങ്ങളെല്ലാം കണ്ടതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഇതേ സമയം ഉണ്ണിയാണെങ്കിൽ ഗ്രാഫിക്സ് ഒക്കെ നന്നായിട്ട് അറിയാവുന്നവർക്ക് എല്ലാ കാര്യങ്ങളും വളച്ചൊടിക്കാൻ കഴിയുമെന്ന് സാഗറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുമ്പോൾ നീ ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ സംസാരിക്കാതെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഉണ്ണിയേട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് കരുണ പറയുമ്പോ അതെ എല്ലാവരും പറഞ്ഞതിലും കാര്യമുണ്ട്, എന്റെ ഭാര്യ മാത്രം കള്ളക്കഥകൾ പറയുന്നു, നിങ്ങളൊക്കെ അങ്ങനെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, പക്ഷേ ശരിയുടെ ഭാഗത്തെ ഞാൻ നിൽക്കൂ എന്നും നല്ലത് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. തുടർന്ന് മേഘന്റെ സ്വഭാവം ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം, പ്രത്യേകിച്ച് ഉണ്ണിക്കറിയാം. എന്നാലും അവരും ഇപ്പൊ കളം മാറ്റി ചവിട്ടുക
കൂട്ടുകയാണ് എന്ന് പറയുമ്പോ മഞ്ജു പറയുന്നുണ്ട്, ഇവൾ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ബന്ധുക്കളെ തമ്മിൽ തല്ലിക്കാനാണ് നോക്കുന്നത് എന്ന് പറയുമ്പോ, നീ ഇത് പറയുമ്പോഴും ഒന്ന് ഓർക്കണം മഞ്ജു, ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം മേഘൻ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഞങ്ങളുടെ കല്യാണ ആൽബത്തിൽ എവിടെയെങ്കിലും മേഘന്റെ ഫോട്ടോ ഉണ്ടോ? കല്യാണത്തിന് ശേഷം വിരുന്നിനും അല്ലാത്തപ്പോഴും ഒക്കെ ഞങ്ങൾ അമ്മാവന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങളുടെ കണ്ണിൽ പെടാതെ അവൻ ഓടി ഒളിക്കുകയായിരുന്നു. അവന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ അങ്ങനെ ചെയ്യുന്നത് എന്നെല്ലാം കണ്ണൻ എണ്ണി ചോദിക്കുമ്പോൾ ആർക്കും ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല കേട്ടോ. അപ്പൊ ആരും എന്താ ഒന്നും മിണ്ടാത്തെന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ, ഇവളുടെ സ്വഭാവം ശരിയല്ലാത്തതുകൊണ്ട് ഇവൾക്ക് മുഖം കൊടുക്കാതെ നടക്കുകയാണെന്നാണ് മേഘേട്ടൻ പറഞ്ഞത് എന്ന് കരുണ പറയുമ്പോൾ, സ്വന്തം മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് കൊള്ളരുതായ്മയും ചെയ്യുന്നവനാണ് മേഘൻ. അതുകൊണ്ട് തന്നെ അവൻ ഈ വീടിന്റെ മരുമകനാകണോ വേണ്ടയോ എന്ന് എനിക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരും എന്ന് കണ്ണൻ തീർത്ത് പറയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന മഞ്ജു, ഞാനല്ലേ മേഘേട്ടന്റെ ഒപ്പം ജീവിക്കുന്നത്, എനിക്കത് പ്രശ്നമില്ലെങ്കിൽ പിന്നെ കണ്ണേട്ടൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ ഒരമ്മയുടെ മക്കളല്ലെങ്കിലും നീ ജനിച്ച കാലം മുതൽ നിന്റെ സ്വന്തം ഏട്ടനേക്കാൾ നിന്നെ സ്നേഹിച്ചത് ഞാനാണ്. ആ സ്നേഹം ഇപ്പോഴും എന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്നേഹം കളയുന്ന ഒരു പ്രവൃത്തിക്കും ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞ കണ്ണൻ മഹിയെയും കൂട്ടി അവിടെ നിന്നും പോവാണ് കേട്ടോ. അവര് പോയതിനു ശേഷം മഹിയെ വീണ്ടും കുറ്റപ്പെടുത്തുന്ന മഞ്ജുവിനോടായിട്ട്, ഇനി നിങ്ങളുടെ വിവാഹം നടത്താനായിട്ട് അയാൾ ഒരിക്കലും സമ്മതിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നുണ്ട് ഉണ്ണി. എനിക്ക് അതിന് അയാളുടെ സമ്മതമൊന്നും ആവശ്യമില്ല. ഈ വാശിക്ക് നിശ്ചയിച്ചുറപ്പിച്ച ദിവസത്തിൽ തന്നെ ഞാനും മേഘേട്ടനും തമ്മിലുള്ള വിവാഹം നടത്തിയിരിക്കും എന്ന് മഞ്ജു പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പ്രതാപനോടായിട്ട് വാമൻ പറയുന്നുണ്ട്, കണ്ണൻ അല്ലെങ്കിൽ മഹാലക്ഷ്മി രണ്ടുപേരിൽ ഒരാളെ വേർപിരിക്കാതെ നമുക്കോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ നന്നായിട്ട് ജീവിക്കാൻ കഴിയില്ല. ഇപ്പൊ തന്നെ മഞ്ജുവിന്റെയും മേഘന്റെയും വിവാഹം നടത്താതിരിക്കാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത് എന്നെല്ലാം മേഘം പറയുമ്പോൾ, ചെറുപ്പക്കാര് പിള്ളേരാവുമ്പോ അല്ലറ ചില്ലറ ചുറ്റിക്കളികളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇങ്ങനെ വലിയ വാർത്തയാക്കേണ്ട കാര്യം ഉണ്ടാവോ എന്നെല്ലാം പ്രതാപൻ മേഘനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം വാമൻ പറയുന്നുണ്ട്, കണ്ണന്റെ പൾസ് എന്താണെന്ന് നന്നായിട്ട് മഹാലക്ഷ്മിക്ക് അറിയാം. അവൾ അവനെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കുറെ കള്ളക്കഥകളൊക്കെ അവളെ കെട്ടിച്ചമച്ചിരിക്കുന്നത് എന്നും വാമൻ പറയുന്നുണ്ട് കേട്ടോ മഹിയെ കുറിച്ച്. ഇത് കേൾക്കുന്ന പ്രതാപൻ, നിങ്ങളുടെ മോനെ കണ്ണനെയും മഹാലക്ഷ്മിയും തമ്മിൽ തെറ്റിക്കാനാണ് ആ സാഗർ എന്ന ചെറുപ്പക്കാരനെ വെച്ചത്. അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അവനേക്കാൾ നല്ലൊരു പയ്യനെ വെക്കാമായിരുന്നില്ലേ, കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു പയ്യനെ. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ കണ്ണനും മഹാലക്ഷ്മിയും രണ്ടിടത്തിരുന്നേനെ എന്നും പ്രതാപൻ പറയുന്നുണ്ട് കേട്ടോ വാമനോട്. ഇത് കേൾക്കുന്ന പ്രതാപൻ, ആൾക്കാരെ തമ്മിൽ തെറ്റിക്കാൻ നമ്മളെക്കാൾ നന്നായിട്ട് അറിയാവുന്നവനാണ് മേഘൻ, പക്ഷെ അവനും ഇപ്പൊ തോറ്റുന്നത് മഹാലക്ഷ്മിയുടെ മുന്നിൽ മാത്രമാണെന്ന് പറയുമ്പോൾ, അവരെ തമ്മിൽ വേർപിരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു, പക്ഷെ എല്ലാ തോൽവിയും നമുക്കാണ് വന്നത്. ഇനി അതുകൊണ്ട് തന്ത്രം ഒന്ന് മാറ്റി പിടിക്കണം, അതിന് എന്ത് വേണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പ്രതാപൻ പറയുമ്പോൾ, എന്തും കൂടിയാലോചിച്ച് ചെയ്യുന്നതല്ലേ പ്രതാപ നല്ലത് എന്ന് വാമൻ ചോദിക്കുമ്പോൾ, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ, ഞാൻ എല്ലാം നിശ്ചയിച്ചുറപ്പിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് വാമേട്ടൻ കേൾക്കാൻ കൊതിക്കുന്ന വാർത്ത ഉടനെ തന്നെ കാതിലെത്തുമെന്ന് മനസ്സിൽ എന്തോ ചതി പ്ലാൻ ചെയ്തുകൊണ്ട് പ്രതാപൻ വാമനോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതും പറഞ്ഞ് ഗൂഢമായ ലക്ഷ്യത്തോടെ നിൽക്കുന്ന പ്രതാപനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്